മെക്സിക്കൻ സ്പിനാച്ച്, അതായത് ചായ മനസ്സ. നമ്മുടെ ഇവിടെ ഒരുമാതിരി മിക്കവർക്കും അറിയാമെന്നാൽ അധികം അറിയാത്തവരും ഉണ്ട്. ഈ ചീരയെപ്പറ്റി നെഗറ്റീവ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി പറയാൻ നമുക്ക് ഈ സമയം തികയില്ല. എന്നാലും ഞാൻ ചെറുതായ രീതിയിലൊന്ന് പറഞ്ഞു തരുവാണ്. നമുക്ക് ഒരു വളവോ കാര്യങ്ങളോ വെള്ളമൊന്നും അധികം വേണ്ടാതെ ഇതിൻ്റെ ഒരു തണ്ട് കുത്തിയാൽ മുളച്ച് വരുന്നതാണ്. പിന്നെ ഏകദേശം കണ്ടിട്ടുണ്ടെങ്കിൽ കപ്പയുടെ തണ്ടിനോട് സാദൃശ്യവും പപ്പയുടെ ഇലയോട് സാദൃശ്യമാണിത്. ഏറ്റവും പോഷക സമ്പുഷ്ടമാണ്. ഇതിന് ഷുഗർ ചീര, അതേപോലെ തന്നെ മായച്ചീര, അതേപോലെ പിന്നെ പച്ചച്ചീര എന്നുള്ള പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. പോഷക സമൃദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സിങ്ക്, അയൺ, കാൽസ്യം, വൈറ്റമിൻ എ എന്ന് വേണ്ട ഒരുമാതിരി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ബ്ലഡ് പ്രഷറിന്, ഷുഗറിന്, അതുപോലെ നമുക്ക് രക്തയോട്ടത്തിന്, ഹാർട്ട് ഡിസീസിന് ഒക്കെ പറ്റിയതാണ്. ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. നാളെ നമ്മൾ ഈ ചീര കറി വെച്ച്, അതായത് ഇത് പരിപ്പിട്ട് കറി വെക്കാം, അതേപോലെ തോരനും വെക്കാം. തോരനും വെച്ച് ഞാൻ നാളെ വരുന്നതായിരിക്കും. നാളെ നമുക്ക് ഇതിലുള്ള എന്തൊക്കെ വൈറ്റമിൻസ് ആണ്, എന്തെല്ലാമാണെന്നുള്ളത് നാളെ വിശദമായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഈ ചീരയെപ്പറ്റി അറിയാവുന്നവർ ആഴ്ചയിലൊരിക്കലേലും ഇത് കറി വെച്ച് കഴിക്കണം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ ഇതിനെപ്പറ്റിയുള്ള നെഗറ്റീവ്സ്, ഹൈഡ്രോസൈനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പയുടെ വിഷം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അത് വേവിക്കേണ്ട വിധമൊക്കെ നാളെ പറഞ്ഞുതരാം.